ആവശ്യമായ തന്ത്രങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായും വ്യക്തമായും ആവിഷ്കരിച്ച് മുന്നോട്ട് പോയി. അവർക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, സമസ്തയും മുസ്ലിമും തമ്മിലുള്ള ഈ പരസ്പരമുള്ള ബന്ധം നിലർന്നു മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമിക്ക് കടന്നു വരാൻ കഴിയില്ല. അവർ കുറ്റിയറ്റു പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ രണ്ട് സംഘടനകൾക്കിടയിൽ വിഭാഗീയത വളർത്താനും പരസ്പരം തമ്മിലടുപ്പിക്കാനും ഛിദ്രതയുണ്ടാക്കാനുമുള്ള വർഷങ്ങളായുള്ള ശ്രമത്തിൻ്റെ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ ഈ അനുരണനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരിട്ട് അനുഭവസ്ഥനാ. 2015-13 കാലത്ത് 2013 പറയുമ്പോൾ നീണ്ട 12 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം സ്ത്രീകളുടെ വിവാഹപ്രായം മറ്റ് സ്ത്രീകളുടെ കൂട്ടത്തിൽ 18 ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2000 ശരീഅത്തിൽ കൈവക്കലാണത്. ശരീഅത്ത് എന്ന് പറയുമ്പോൾ ഗൗരവമുള്ള വിഷയമാണ്. 2018 വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കണം എന്ന് ആരും പറയുന്നില്ല. പക്ഷെ അങ്ങനെ ബൈ ചാൻസ് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ആ സാഹചര്യം വെച്ച് 17-ലോ 16-ലോ 15-ലോ ഒക്കെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ അത് വിലക്കേർപ്പെടുത്താൻ ഇസ്ലാമിൽ നിയമമില്ല. രാജ്യത്ത് വിവാഹത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിക് ശരീഅത്തിന് പ്രൊട്ടക്ഷനുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഈ വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടന ഒരുമിച്ച് ചേർന്നു. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി അവർക്കൊക്കെ 18 വയസ്സാണെന്ന് താല്പര്യമുണ്ട്. പക്ഷെ എന്നാലും ആ അവകാശത്തിൽ കൈവക്കാൻ പാടില്ല. കണിശമായ നിലപാട് മുസ്ലിം വിഷയത്തിൽ കൊണ്ടുവരാൻ പാടില്ല. മുസ്ലിം ശരീഅത്ത് സംരക്ഷിക്കപ്പെടണം. ശരീഅത്തിൽ അവർക്ക് ആവശ്യമായ സമയത്ത് കല്യാണം ചെയ്തു കൊടുക്കാമെന്ന ഇസ്ലാമിക നിയമം അംഗീകരിക്കേണ്ടതുണ്ട്, രാജ്യത്ത് ഇനിയും തുടരേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ കോഴിക്കോട് മുസ്ലിം സംഘടന മുഴുവൻ ഒരുമിച്ച് കൂടി. ആ യോഗത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം കൊടുത്തു. മഹാനായ മർഹൂം കോട്ടുമല ബാപ്പ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അദ്ദേഹമാണ് യോഗം വിളിച്ചു ചേർത്തത്. സമസ്തയുടെ തീരുമാനപ്രകാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തു. മുജാഹിദ് പ്രസ്ഥാനം അന്ന് 2 ഗ്രൂപ്പാണ്. 2 ഗ്രൂപ്പിൻ്റെയും നേതാക്കൾ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി പങ്കെടുത്തു, MSS പങ്കെടുത്തു, MES പങ്കെടുത്തു, AP വിഭാഗം പങ്കെടുത്തു. കേരളത്തിലെ എല്ലാ മുഴുവൻ മുസ്ലിം സംഘടന ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് അവർ ശക്തമായ തീരുമാനമെടുത്തു. എന്തായിരുന്നു തീരുമാനം? ഒന്ന്, നിയമത്തെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ. കാരണം ശരീഅത്തനുസരിച്ച് വിവാഹപ്രായം ആ നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചു പോരുന്ന നടപടിക്രമത്തിനെതിരാണ് ഈ തീരുമാനം. അതിൽ മുസ്ലിം സ്ത്രീകൾക്ക് 18 സ്ട്രിക്റ്റ് ആക്കുന്നതിൽ ഒഴിവാക്കി തരണമെന്നാണ് ആവശ്യം. കോടതി അംഗീകരിക്കും സ്വാഭാവികമായി. ഈ പ്രതീക്ഷയിൽ ഒരു തീരുമാനം അതെടുത്തു. മറ്റൊന്ന്, ഈ വിഷയത്തെക്കുറിച്ച് എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടത്തി ശരീഅത്ത് ബോധവൽക്കരണ പരിപാടികൾ സംയുക്തമായി നടത്താൻ തീരുമാനിച്ചു. 2 തീരുമാനം എടുത്തത്. ആ തീരുമാനമെടുത്ത ശേഷം നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, ഈ പ്രശ്നത്തിൻ്റെ മർമ്മം എവിടെ നിന്നാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ പ്രശ്നത്തിൽ വളരെ കൃത്യമായി 2 പത്രങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും 2 നേതാക്കന്മാർ ലേഖനം എഴുതി. സമസ്തയും മുജാഹിദും ജമാഅത്തും മുസ്ലിം ലീഗും MSSഉം MESഉം AP വിഭാഗം ഒരുമിച്ചെടുത്ത തീരുമാനത്തിനെതിരെ കൃത്യമായി ലേഖനം എഴുതി. പാത്തുമ്മക്കുട്ടിയിൽ നിന്ന് ഫാത്തിമയിൽ നിന്ന് വീണ്ടും പാത്തുമ്മക്കുട്ടിയിലേക്ക് എന്നായിരുന്നു ഒരു ലേഖനത്തിൻ്റെ തലവാചകം. ഇത് എഴുതോടുകൂടി ആകെ ആശയക്കുഴപ്പമായി, ചാനലുകൾ ചർച്ചയായി. ഈ ചർച്ചകൾക്ക് നായകത്വം നൽകിയതെന്നത് മീഡിയ വണ്ണായിരുന്നു, മറക്കാൻ കഴിയില്ല. ഇത് കുത്തിപ്പൊക്ക് വലിയ സംഭവമാക്കി മാറ്റി, ചേരിതിരിവുണ്ടാക്കി, വ്യത്യസ്ത വിഭാഗങ്ങൾ അണിനിരത്തി ചർച്ചകൾ സംഘടിപ്പിച്ച് ഇസ്ലാമിക ശരീഅത്തിന് മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി തീർന്ന സമരത്തെ നിർവീര്യമാക്കാൻ ശ്രമിച്ചത്, മുൻകൈയെടുത്തത് ഈ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിന് മീഡിയ വണ്ണായിരുന്നു, മാധ്യമമായിരുന്നു, നിഷേധിക്കാൻ കഴിയില്ല. കാരണം അതിലെ ഓരോ വാക്കുകളും ഇന്നും നമുക്ക് ഫയൽ പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കുമല്ലോ. വളരെ കൃത്യമായി ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ഞാൻ നേരിട്ട് ദൃക്സാക്ഷിയെ അനുഭവിച്ചൊരു കാര്യമായതുകൊണ്ട് പറയുകയാണ്. ഞാൻ 2ാമത്തെ സംഭവം ചൂണ്ടിക്കാണിക്കട്ടെ. ഈ 13 അത് കഴിഞ്ഞ് 2015 മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശിലുള്ള ദാദ്രി ഗ്രാമത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മുസ്ലിം സഹോദരനെ ഹിന്ദു വർഗീയവാദികൾ കൂട്ടം ചേർന്ന് തല്ലിക്കൊന്നു, മൃഗീയമായി തല്ലിക്കൊന്നു. എന്താ തല്ലിക്കൊല്ലാൻ കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പശുവിൻ്റെ മാംസം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാരണം. ആ പാവം മരിച്ചുപോയി ആദ്യത്തെ കൂട്ടക്കൊലപാതകം തല്ലിക്കൊല്ലലായതുകൊണ്ട് എല്ലാവരും രാജ്യത്ത് വലിയ വിഷയമായി, വലിയ ചർച്ചയായി. ഈ വലിയ ചർച്ചയായി നിൽക്കുന്ന ഘട്ടത്തിൽ കോഴിക്കോട് ഞാൻ ഓഫീസിലുള്ള സമയത്ത് മീഡിയ വണ്ണിൻ്റെ പ്രതിനിധി മുഹമ്മദ് അഖ്ലാഖിനെ വധിക്കപ്പെട്ടതുമായി ഒരു അഭിമുഖം തരുമെന്ന് ചോദിച്ചു. ഞാൻ ഫ്രീ സമയം കുഴപ്പമില്ല അങ്ങനെ ആകാമെന്ന് പറഞ്ഞു.
അദ്ദേഹം വന്നു, അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു അഭിമുഖം നടത്തി. അന്ന് UDF ഏറ്റവും ലാസ്റ്റ് ഭരിക്കുന്ന കാലഘട്ടമാണ്, 2014-15 ആ കാലഘട്ടമാണ്. പിന്നെ LDFൻ്റെ ഭരണം തുടങ്ങിയിട്ടില്ല, അവസാന ഘട്ടമാണ്, ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ വേണ്ടി കുത്തി 100 ചോദ്യങ്ങൾ ചോദിച്ചു. അറബിക് സർവകലാശാല അനുവദിക്കാത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഞാൻ പറഞ്ഞു, ഇതിൻ്റെ സമയമാകുമ്പോൾ അത് അനുവദിക്കും, നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അല്ലെ, അനുവദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നിരന്തരം ചോദിച്ച് ഒന്നും ഒരു വിഭാഗീയ ചിന്തകളും ഉണ്ടാകാത്ത വിധം കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് ഇതിനെക്കുറിച്ച് പല ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ അവർ ചോദിച്ചു, മുഹമ്മദ് അഖ്ലാഖിനെ കൊന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനെ കുറിച്ച് എന്താണെന്ന് അഭിപ്രായം? ഞാൻ ഓരോ പാർട്ടിയെക്കുറിച്ച്, കോൺഗ്രസിനെ കുറിച്ച് ചോദിച്ചു, മുസ്ലിം ലീഗ് എന്തുകൊണ്ട് അതിൽ ഇടപെടുന്നില്ല, ശക്തമായി പ്രതികരിക്കുന്നില്ല എന്ന് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ മുസ്ലിം ലീഗ് പ്രതികരിച്ചിട്ട്, പക്ഷേ മുസ്ലിം ലീഗ് അല്ലല്ലോ പ്രതികരിക്കേണ്ടത്, സത്യത്തിൽ മറ്റു പാർട്ടികളാണല്ലോ, മുസ്ലിങ്ങൾക്ക് വേണ്ടി മറ്റു മതേതര കക്ഷികളല്ലേ കൂടുതൽ പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കോൺഗ്രസ് പ്രതികരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. CPMനെ കുറിച്ച് എന്താ അഭിപ്രായം? CPM ഈ വിഷയത്തിൽ നന്നായി പ്രതികരിക്കുന്നുണ്ട്. അന്നാണ് നമ്മുടെ VS അച്യുതാനന്ദൻ, പശു നിൻ്റെ അമ്മയാണെങ്കിൽ കാള നിൻ്റെ അച്ഛനോ എന്ന് ചോദിക്കുകയും ആ തരത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ശക്തമായ പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നു. DYFയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നു. അവരുടെ പ്രതികരണം സ്വാഗതാർഹമാണെന്ന് പറഞ്ഞു. തീർച്ചയായും ഫാഷിസ്റ്റുകളിലെ ഈ പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞു. ഇങ്ങനെ കൂളായി നടന്ന അഭിമുഖം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്ക് അതിൽ നിന്നൊരു ഭാഗം മാത്രം വെട്ടിയെടുത്ത് മറ്റതൊക്കെ വിട്ടു. ആകെ CPM ഫാഷിസത്തിനെ എതിർക്കുന്നത് സ്വാഗതാർഹമാണ് എന്ന ആ ഭാഗം മാത്രം വെട്ടിയെടുത്തിട്ട് ഒരു വലിയ സ്റ്റോറി ഉണ്ടാക്കി. ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് സമസ്ത ഇടതുപക്ഷത്തേക്ക്. അത്ഭുതപ്പെടുത്തുന്ന സ്റ്റോറി. ബോധപൂർവം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, സമസ്തയെ ദുർബലപ്പെടുത്താനും സമസ്തയും മുസ്ലിം ലീഗിനും തമ്മിൽ അകറ്റാനും വേണ്ടി ഈ കുടില തന്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തനങ്ങൾ 1, 2, 5, 10 ഞാൻ സാമ്പിളിന് വേണ്ടി എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, സാമ്പിളിന് വേണ്ടി. എന്നിട്ട് ആ സ്റ്റോറിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സമസ്ത ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യുക. സമസ്തയുടെ ചരിത്രത്തിൽ അങ്ങനെ വോട്ട് പ്രഖ്യാപിച്ച സംഭവം തന്നെയല്ല. സമസ്ത AP വിഭാഗം ആകെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത. സമസ്തക്ക് രാഷ്ട്രീയമല്ല, വ്യക്തികൾക്ക് രാഷ്ട്രീയ, അവർ പല രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകും. ഇതാണ് സമസ്തൻ്റെ നയം. സമസ്ത എന്നൊരു സംഘടന ഒരു പാർട്ടിക്കും ഇതുവരെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല, ഒരു പാർട്ടിയെ എതിർത്തിട്ടില്ല. അതേസമയം കൃത്യമായി ഇടതുപക്ഷത്തെ പിന്തുണക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്ന് തെളിവായിട്ട് ഉദ്ധരിച്ചത് സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തിരുന്നു. ഒരു പത്രമാണ് സുപ്രഭാതം, പൊതുപത്രം തുടങ്ങുകയാണ്. സമസ്ത ചർച്ച ചെയ്തു, അതിലാരൊക്കെ പങ്കെടുപ്പിക്കണം, പത്രമാവുമ്പോൾ എല്ലാവരെയും പിന്തുണ നമുക്ക് ആവശ്യമാണ്, എല്ലാ പാർട്ടിയുടെയും പ്രതിനിധികൾ വേണമെന്ന് പറഞ്ഞ് CPM ഉൾപ്പെടെ എല്ലാ പാർട്ടിയുടെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. സമസ്ത തീരുമാനിച്ച അടിസ്ഥാനത്തിൽ. പക്ഷേ അതെടുത്ത് കൊടുത്ത് സമസ്തയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു CPMൻ്റെ പ്രതിനിധി പങ്കെടുക്കുന്നത് എന്ന കള്ളവാർത്ത വെച്ചുകൊണ്ട് അതിൻ്റെ സ്റ്റോറിയും മറ്റും വിവിധ ഫയലുകളിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോസ് എടുത്ത് കൂട്ടിക്കെട്ടി നീണ്ട ഒരു വലിയ സ്റ്റോറി. സമസ്ത ഇടതുപക്ഷത്തിന് അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യും. ഞാൻ ആ സമയത്ത് ഇത്ര നീചവും നികൃഷ്ടവുമായി ഇങ്ങനെ കൃത്രിമമായി വെട്ടിമുറിച്ചുണ്ടാക്കിയ ഈ വലിയ സ്റ്റോറിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു, ആരാണ് ഈ മീഡിയ വണ്ണിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട. ഞാൻ കൃത്യമായി ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിൽ സാക്ഷാൽ ഈ നാട്ടുകാരനായ ആരിഫ് അലിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആരാണ് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിൽ ഈ മീഡിയ വണ്ണിൻ്റെ ചാർജുള്ള ആൾ? അബ്ദുറഹ്മാൻ എന്ന് വിവരം കിട്ടി. ഞാൻ അബ്ദുറഹ്മാൻ നമ്പർ വാങ്ങി സംഘടിപ്പിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഇതേ വാർത്ത ഇതുപോലെ സ്റ്റോറിയായി മാധ്യമത്തിന് കൊടുത്തു. അബ്ദുറഹ്മാൻ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നാട്ടിലെ ഈ രാജ്യത്തൊരു മതസംഘടനയായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? ഇപ്പോഴാണ് രാഷ്ട്രീയമായത്, മതസംഘടനയല്ലേ? പൊതുകാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടാറുണ്ടല്ലോ. ഇത്ര മോശമായ നികൃഷ്ടമായ ശൈലിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ ഇങ്ങനൊരു അഭിമുഖം എന്ന് പറഞ്ഞ് എൻ്റെ അഭിമുഖത്തിന് ചെറിയൊരു ഭാഗം വെട്ടിയെടുത്ത്, അരമണിക്കൂർ അഭിമുഖത്തിന് ചെറിയൊരു ഭാഗം വെട്ടിയെടുത്ത് അത് വെച്ചുകൊണ്ട് കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സമസ്ത ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുമെന്ന് പറയുന്ന ഈ നികൃഷ്ടമായ വാർത്ത, ഞാൻ എൻ്റെ ഒരു വാക്ക് നിങ്ങൾ ആ മുഴുവൻ പരിശോധിച്ചോ? ഇടതുപക്ഷത്തിന് പിന്തുണ എന്നോ ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്യുന്നോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വാർത്ത കൊടുത്തോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോറി നിങ്ങൾ പിൻവലിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കോഴിക്കോട് നിന്ന് തിരിച്ചു പോന്നു, നാളെ ഞാൻ ചെന്നിട്ട് ഞാൻ ആ വീഡിയോ പരിശോധിക്കും, പത്രത്തിൽ വന്നതും മീഡിയയിൽ വന്നതും തെറ്റാണെന്ന് തിരുത്തും എന്ന് പറഞ്ഞു. അയാൾ തിരിച്ചു വിളിച്ചു പിറ്റേന്ന് അമാന്യനാ തിരിച്ചു വിളിച്ച സംഗതി വാസ്തവ വിരുദ്ധമാണ്, എനിക്ക് ബോധ്യപ്പെട്ടു, അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടില്ല, അത് തിരുത്തും എന്ന് പറഞ്ഞു. അത് മീഡിയ വണ്ണിൽ ചെറിയൊരു തിരുത്ത് കൊടുത്തു, മാധ്യമത്തിനും ചെറിയ തിരുത്ത് കൊടുത്തു. ആ തിരുത്ത് ആര് കാണാൻ?
അതോടുകൂടി കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ മുസ്ലിം ലീഗും തമ്മിൽ പരസ്പരം സംശയത്തിന് നിഴലിൽ വന്നു. സമസ്തയുടെ പ്രവർത്തകന്മാർ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വിചാരിക്കാൻ തുടങ്ങി ഇടതുപക്ഷത്തിനാണ് നമ്മൾ അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യേണ്ടത് എന്ന്. മുസ്ലിം ലീഗിൻ്റെ ആൾ തുടങ്ങി ഇതിൻ്റെ പിന്നിൽ എന്നെപ്പോഴും ആൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. ഈ തരത്തിൽ ഒറ്റപ്പെട്ട കേസുകളല്ല, ധാരാളം സംഭവങ്ങൾ. TP അഷ്റഫ് അലി കരുവാരകുണ്ട് നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, അത്തരം കാര്യങ്ങൾ നമ്മൾ ഇടപെടാറല്ല, എൻ്റെ ഡിവിഷനാണ്. സ്വാഭാവികമായും നേരത്തെ ഈ 2013 മുസ്ലിം സംഘടനകൾ സംയുക്തമായെടുത്ത തീരുമാനത്തിനെതിരെ ലേഖനം എഴുതിയ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ പ്രവർത്തകന്മാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായി. നമുക്കെതിരെ ലേഖനം, ശരീഅത്തിന് ലേഖനം എഴുതിയ ആളാണ് നമ്മുടെ ഡിവിഷനിൽ മത്സരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. അത് പരിഹരിക്കാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇടപെട്ട് പരമാവധി തീർക്കാൻ എല്ലാ ശ്രമം നടത്തി. ശ്രമങ്ങൾ വിജയിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവസാനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വാക്കോട് മൊയ്തീൻകുട്ടി വൈസിയെ ഇലക്ഷൻ്റെ 4 ദിവസം മുമ്പ് വിളിച്ചു, എന്നെ വിളിച്ചു. ആ പ്രശ്നം എന്ത് ചെന്നാലും വേണ്ട, നിങ്ങളുടെ ഇടപെട്ട് തീർക്കണം, അതിന് വേണ്ട നിങ്ങളുടെ തീരുമാനം അവരെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ ഉത്തരവാദപ്പെട്ട കരുവാരകുണ്ടിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും സമസ്തയുടെ നേതാക്കന്മാരും ഇതുപോലുള്ള അഷ്റഫ് അലിയുടെ പ്രതിനിധിയായി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നു, ചർച്ച ചെയ്തു, ഒരു ഫോർമുല ഉണ്ടാക്കി. ആ ഫോർമുല അനുസരിച്ച് കൃത്യമായി മിനിറ്റ്സ് എഴുതി വെച്ചു ഐക്യകണ്ഠേനെ. ഈ പ്രശ്നത്തിൽ ശരീഅത്ത് വിഷയത്തിൽ കൈകാര്യം ചെയ്തെടുത്ത് അദ്ദേഹത്തിന് അപാകത സംഭവിച്ചിട്ടുണ്ട്, മേലങ്ങനെ സംഭവിക്കുകയില്ല എന്ന് അദ്ദേഹം എഴുതിയൊരു കത്ത് കൊടുക്കുക. ഇലക്ഷൻ തൊട്ടടുത്ത സമയം ആ കത്ത് പ്രസിദ്ധീകരിക്കേണ്ടെന്ന് വെച്ചു. കാരണം ഇനി ആൾക്ക് വോട്ട് അതിൻ്റെ പേരിൽ കുറയേണ്ട. അത് ചെറുശ്ശേരി ജയന്തി മുസ്ലിയാക്ക് സമസ്തൻ്റെ സെക്രട്ടറി കൈമാറുക. സമസ്തൻ്റെ സെക്രട്ടറിക്ക് വേണമെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കാം, എന്നാൽ ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. ഐക്യകണ്ഠേന അംഗീകരിച്ചു. അതോടൊപ്പം വാക്കോട് മൊയ്തീൻകുട്ടി വൈസി സോഷ്യൽ മീഡിയയുടെ ഒരു വോയിസ് രേഖപ്പെടുത്തുക, കൊടുക്കുക. ഇവിടെ ഉണ്ടായിരുന്ന അഷ്റഫിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. അതുമായി സമസ്ത നേതാക്കന്മാരും മുസ്ലിം നേതാക്കളും സംയുക്തമായി തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇലക്ഷന് ശേഷം അറിയാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ അഭിപ്രായ വ്യത്യാസം ആരും ഉന്നയിക്കാൻ പാടില്ല, മാന്യമായ അന്തസ്സുള്ള തീരുമാനമെടുത്തു. തത്സമയം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ച് തീരുമാനം വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചു. അങ്ങനെ നടപ്പിൽ വരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ശാന്തമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഈ കത്ത് ചെറുശ്ശേരി ജയന്തി മുസ്ലിയാക്ക് പിറ്റേ ദിവസം അത് അവർ കൈമാറി. അവിടെ കോഴിക്കോട് ഫത്വ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുക. ഫത്വ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദുമാർ ചർച്ച ചെയ്ത് എന്താണ് ഈ കത്ത്. ഫത്വ കമ്മിറ്റി 4-5 ആളേ ഉണ്ടാവുള്ളൂ. ആ ഇന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ അഷ്റഫലിൻ്റെ കത്താണെന്ന്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കാവുന്നു. അത് നമ്മൾ പൊട്ടിച്ചു നോക്കുക, നമുക്ക് സമസ്ത ഉസ്താദിനുള്ളതല്ലേ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുറത്തറിയിച്ചാൽ മതിയായിരുന്നു. അവർ പൊട്ടിച്ച് വായിച്ചു നോക്കി. വായിച്ചു നോക്കുമ്പോൾ ഈ കത്തിലുള്ളത് അവിടെ തീരുമാനിച്ച് എഴുതി വെച്ച കത്തിൻ്റെ രൂപമേ അല്ല. അതിനൊക്കെ ഏറെ വ്യത്യസ്തമായി ചെറിയ ചില വാക്കുകളാണ്. ഞാനൊന്നും ഇവിടെ വിവാദം ഉണ്ടാകുന്നതിലൂടെ ഞാൻ പറയുന്നില്ല. സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെടും, ഇല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തരാം. അങ്ങനെ വന്നപ്പോൾ ചെറുശ്ശേരി ഉസ്താദിനെ നേരിട്ട് വിളിച്ചു മീറ്റിങ്ങിൽ നിന്ന്. എന്ത് പടങ്ങൾ ചെയ്തിട്ടുള്ളത്, നിങ്ങളെ തീരുമാനപ്രകാരമുള്ള കത്തല്ലല്ലോ അവിടെ കിട്ടിയിട്ടുള്ളത് പറഞ്ഞു. ഞാൻ ഉസ്താദെ കത്തൻ്റെ കോപ്പി എഴുതിണ്ടാക്കി മിനിസിലുണ്ട്, സാദിഖൽ തങ്ങൾക്ക് വായിച്ചു കൊടുത്തു. അവൻ്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെ അംഗീകരിച്ച് മുസ്ലിം നേതാക്കൾ അംഗീകരിച്ച കത്താണ്. അങ്ങനെ വെച്ചു, അല്ലാതെ എനിക്ക് വായിച്ചു തന്നു. ബാപ്പുസിലെ ഫോൺ വാങ്ങിയിട്ട് വായിച്ചു തന്നു. നമ്മളിതിന് നിസ്സഹായരാണ്, എന്താ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്തു. അവിടെയുള്ള റേഞ്ച് സെക്രട്ടറിമാരെയും SKSൻ്റെ മേഖലാ ഭാരവാഹികളെയും വിളിച്ചു കൂട്ടിയിട്ട് ആ പറഞ്ഞ പ്രകാരം കത്ത് കൊടുത്തിട്ടില്ല, ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ കത്ത് പ്രസിദ്ധീകരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ആരും ചോദിക്കാൻ നിൽക്കേണ്ട എന്ന വിവരം തീരുമാനിച്ച് അവർ അറിയിക്കാൻ തീരുമാനിച്ചപ്പോൾ പല ചർച്ച വന്നു. നമുക്ക് തോൽപ്പിക്കാൻ കണിശമായി പറഞ്ഞു, നമുക്ക് തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ തീരുമാനം സമസ്തക്കില്ല. നമ്മൾ ആ വിവരം നിങ്ങൾ അറിയിച്ചിട്ടില്ലെങ്കിൽ എവിടെ ആ കത്ത് എന്ന് ചോദിച്ചാൽ പിന്നെ കത്ത് ഉണ്ടാവില്ല എന്നുള്ളത് പറയാമെന്ന് മാത്രം നല്ല നിലയ്ക്ക് പറഞ്ഞു പിരിഞ്ഞു. പക്ഷേ മീഡിയ വാർത്ത കൊണ്ടുവന്നു, പച്ച കള്ള വാർത്ത. അഷ്റഫിയെ തോൽപ്പിക്കാൻ ആഹ്വാനം സമസ്ത കരുവാരകുണ്ടിലെ നേതാക്കന്മാർ. ഈ വാർത്തകൾ ഫ്ലാഷ് ന്യൂസ് നിരന്തരം വരികയാണ്. ഇതേ സമയത്ത് ഈ വിനോദം ഞാനത് കൃത്യമായി അറിയുന്ന ആളും, എന്നാൽ ഇത് ആളുകളൊന്നും കൈമാറാത്ത സന്ദേശം നിങ്ങളോട് പറയാമെന്ന് മാത്രം. ഇത് വന്നപ്പോൾ ഞാൻ ഇതേപോലെ മീഡിയ വണ്ണിലേക്ക് വിളിച്ചു. നിങ്ങൾ ഒരു നിലക്കും സത്യവുമായി ഒരു കണിക പോലും ബന്ധമില്ലാത്ത കള്ള വാർത്തയാണ് ഇപ്പോൾ ഫ്ലാഷ് ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അവിടെ തോൽപ്പിക്കാനോ വിജയിപ്പിക്കാനോ തീരുമാനിച്ചിട്ടേ ഇല്ല. നേരത്തെ നിശ്ചയിച്ചൊരു കത്ത്, ആ കത്ത് അതേ പ്രകാരം ഉണ്ടാകില്ല എന്ന് മാത്രം അറിയിച്ച ആ യോഗം പിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ആധികാരികമായ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ലേഖകൻ ഒരു 3 മിനിറ്റ് വെയിറ്റ് ഞാൻ പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇല്ല അങ്ങനത്തെ കാര്യം ക്ലിയറാണ്, ഒരു കാര്യം ചെയ്യാൻ ഇപ്പോൾ തിരുത്തു കൊടുക്കുന്നതാണ്.
പിന്നെ കുറച്ചു നേരം ഫ്ലാഷ് ന്യൂസ് എടുത്തു. തോൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഒരു 4 ഫ്ലാഷ് ന്യൂസ് അവർ കഴിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഡിവിഷനിലെ ആളുകൾ മൊത്തം ഇളകി വശമായി. കാരണം അഷ്റഫ് അലിയെ തോൽപ്പിക്കാൻ എന്ത് ചെയ്തു? ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ തീരുമാനിച്ച് പ്രഖ്യാപിച്ചു. ഞാൻ ചെറിയ 2-3 സാമ്പിളുകൾ ഉന്നയിച്ചതാണ്. ഈ കാര്യത്തിൽ ഇതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ മുസ്ലിം ലീഗിനുമിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും സമസ്ത ഒരു ഭാഗത്ത് ദുർബലപ്പെടുത്താനും മറ്റൊരു ഭാഗത്ത് മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്താനുമുള്ള കഠിന യത്നമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഫുള്ള് പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ നമ്മൾ പറയേണ്ടി വരും. ഓരോ സംഭവം നിങ്ങൾ പരീക്ഷിച്ചു. നമ്മൾ തന്നെ മറ്റു ചാനലുകാരോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇത്തരം വാർത്തകൾക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത്? അവർ പറയും, മീഡിയ വണ്ണ് വല്ലാതെ കൊടുക്കുമ്പോൾ കുറച്ചെങ്കിലും ഞങ്ങൾ കൊടുക്കണ്ടേ. ഈ CIC വിഷയം കത്തിച്ചതാരാ? എൻ്റെ മാന്യ സഹോദരന്മാർ ചിന്തിക്കുക, CIC വിഷയം നോർമൽ നടന്നു പോകേണ്ട വിഷയമല്ലേ? എന്താണ് CIC വിഷയമുള്ളത്? ഈ വഫിയ സംവിധാനങ്ങളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴിലുള്ള സ്ഥാപനങ്ങളല്ലേ? വളാഞ്ചേരി മർക്കസാണ് ഒന്നാമത്തെ സ്ഥാപനം. വളാഞ്ചേരി മർക്കസിൽ 10-36 ഏക്കർ സ്ഥലം. അഭിവന്ദനായ സമസ്ത കേരള ജംഇയ്യത്തുൽ അധ്യക്ഷൻ മഹാനായ ഷെയ്ഖുന KK അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു അവരുടെയൊക്കെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, അറബികളിൽ നിന്നും മലയാളികളിൽ നിന്നും പൈസ പിരിച്ചെടുത്ത് ഭൂമി വാങ്ങി സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ് അവിടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളും. അതിൽപ്പെട്ട സ്ഥാപനമാണ് അവിടുത്തെ ശരിയ കോളേജ്. പിന്നെ വാഫി കോളേജായി പരിവർത്തിപ്പിക്കപ്പെട്ടു. അതിന് കുറേ ബ്രാഞ്ചുകൾ വന്നു. വഫിയ മാത്രമല്ല, ദാറുൽ ഹുദ അതിനൊരുപാട് ബ്രാഞ്ചുകളുണ്ട്. ജാമിഅ നൂരിയ അതിന് കുറേ ബ്രാഞ്ചുകളുണ്ട്. നന്ദി ദാറുസ്സലാം അതിന് കുറേ ബ്രാഞ്ചുകളുണ്ട്. കടമേരി റഹ്മാനിയ അതിന് കുറേ ബ്രാഞ്ചുകളുണ്ട്. ഇർഫാനിയ അതിന് കുറേ ബ്രാഞ്ചുകളുണ്ട്. അസ്അദിയ അതിന് കുറേ ബ്രാഞ്ചുകൾ. സമസ്തക്ക് വിപുലമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്. അതിൽ വഫിയ സംവിധാനത്തിൽ ചെറിയ ചില അപാകതകൾ കണ്ടപ്പോൾ, സമസ്തക്ക് പരാതി കിട്ടിയപ്പോൾ സമസ്ത ഇടപെട്ടു. സ്വാഭാവികമല്ലേ? സമസ്തയോട് തിരുത്താൻ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായി ആരും അത് അംഗീകരിക്കും. പക്ഷെ അത് അംഗീകരിക്കുന്നതിന് പകരം തിരിച്ച് മറുപടി കൊടുത്തു, ചില നെഗറ്റീവായ മറുപടി. അവ സമസ്തയിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു. കുറേ ചർച്ചയിൽ ലാസ്റ്റ് പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു മഹാനോട് ദർജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. വലിയ മഹാത്മാക്കൾ അവരൊക്കെ. തങ്ങളവറുകൾ ഇടപെട്ട്, ഇനി ഞാനൊന്ന് അദ്ദേഹത്തോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രധാനിയോട് സംസാരിച്ചു. തങ്ങൾ പറഞ്ഞു സംസാരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഉൾക്കൊണ്ടില്ല. അങ്ങനെ പ്രശ്നം രൂക്ഷമായി. അവസാനം അദ്ദേഹത്തിൻ്റെ ആക്ഷൻ എടുക്കേണ്ടി വന്നു. എന്നിട്ട് ലാസ്റ്റ് മധ്യസ്ഥ ശ്രമങ്ങളുമായി പ്രധാനികൾ, കേരളത്തിലെ മുസ്ലിം നേതാക്കന്മാർ രംഗത്ത് വന്നു. പക്കറ്റ് എൻ്റെ കയ്യിൽ കാശില്ല. ഞാൻ ഇന്ന് രാവിലെ ഗൾഫിൽ നിന്ന് വന്നാണ്. കാശൊന്നും കയ്യിൽ ചില്ലറ വെച്ചിട്ടില്ല. അള്ളാഹു ബർക്കത്ത്. ഇൻഷാല്ലാ ബക്കറ്റ് കലക്ഷനിൽ നമ്മളൊക്കെ സഹകരിക്കുക. ഇവരെ നമ്മൾ വളർത്തണം. ഇവരൊരു കാരണവശാലും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒന്നും എതിരാകുന്ന ആളുകളല്ല. സമസ്തൻ്റെ പ്രഖ്യാപിതമായ സമസ്തനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കും. അതിൽ ഉറച്ചു നമ്മുടെ മക്കൾ വളരണം. എങ്കിലേ നമ്മുടെ ഭാവി തലമുറ രക്ഷപ്പെടുള്ളൂ. കേവല രാഷ്ട്രീയം മാത്രം കൊണ്ട്, കേവല ഭൗതികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ആഖിറം നേരെയാവില്ല. ആഖിറം നേരെയാകണമെങ്കിൽ നമ്മുടെ മക്കൾ നേർവഴിയിൽ പോകണം. ഇങ്ങനത്തെ 100,000 കക്ഷികളാണ് അപ്പുറത്തും ഇപ്പുറത്തും നമ്മളെ കൊത്തിവലിക്കാൻ നടക്കുന്നത്, നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നടക്കുന്നത്, നമ്മളെ ഭിന്നിപ്പിക്കാൻ നടക്കുന്നത്. അതിന്നൊക്കെ മോചിപ്പിച്ചെടുത്ത് നമ്മുടെ വരും തലമുറകളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇത്തരം സംഘടനകൾ കുട്ടികളെ ചേർത്ത് അവരെ വളർത്തിക്കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ സഹോദരന്മാരെ, വർഷങ്ങളോളം ശ്രമിച്ചിട്ടും തിരുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വാർത്താ സമ്മേളനം രംഗത്ത് വന്നു. അതിൻ്റെ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാത്രമല്ല, പ്രസംഗിക്കുമ്പോൾ ഫുള്ള് ലൈവ് കൊടുക്കുക മീഡിയ വൺ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ തരം താഴും ഒരു മാധ്യമങ്ങൾ, ചാനലുകൾക്ക് ഒരു വാർത്ത, ഒരു മതസംഘടന വരികയാണെങ്കിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ വരും. നമ്മൾ വലിയ സമ്മേളനം നടത്തിയാൽ പോലും മതസംഘടന രാഷ്ട്രീയയിൽ വരില്ല, ചാനലുകൾ വരില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു? ഇദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പൊതുപ്രസംഗമാണെങ്കിൽ അവിടെ പോയിട്ട് ഈ വിഷയമാകുമ്പോൾ ഫുള്ള് ലൈവ് കൊടുക്കുക, മണിക്കൂറുകൾ. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഫുൾ ലൈവ് കൊടുക്കുക. മറ്റ് ചാനലുകാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും, ഇവരിങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ചെങ്കിലും ഞങ്ങൾ കൊടുക്കണ്ടേ. അങ്ങനെയാണ് ഈ പ്രശ്നം വളർത്തിക്കൊണ്ടുവന്നത്. സമസ്തൻ്റെ ഡ്രൈവറെ മാറ്റണം. ഇയാളെ വാക്കാണ്. എന്താണ് വാക്കിൻ്റെ ഗൗരവം? സമസ്തയെ പരിഷ്കരിക്കണം, സമസ്തയിൽ മാറ്റം വരുത്തണം. അനുസരിക്കുന്നില്ലെന്ന് മാത്രമല്ല, സമസ്തയ്ക്ക് ധിക്കാരമായ പ്രവർത്തനങ്ങളും പ്രസ്താവനകളും മുന്നോട്ട് പോകാതെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മീഡിയ വൺ നന്നായി ജനങ്ങളിലേക്ക് എത്തിക്കുക, മാധ്യമം എത്തിക്കുക. ഈ ഗുരുതരമായ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ വളരെ മാന്യമായി കേരളത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ നേതാക്കന്മാർ, ഒന്ന് ബഹുമാനനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ,
മറ്റൊന്ന്, ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ കഴിവുള്ളൊരു മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹം. സമസ്തയുടെ സമുന്നതരായ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, MT ആലിക്കുട്ടി ഉസ്താദ്, കൊയ്യോട് ഉമ്മദ് മുസ്ലിയാർ, തുടക്കത്തിൽ ആലിക്കുട്ടി ഉസ്താദും, ഈ 5 പേര് നമുക്ക് ഈ പ്രശ്നങ്ങൾ എന്തായാലും പരിഹരിക്കണം. ഇതിൻ്റെ പേരിൽ നമ്മൾ രണ്ടാകാൻ പാടില്ല, ആളുകൾക്ക് ഭിന്നത ഉണ്ടാക്കാൻ പാടില്ല. അവരുടെ മർമ്മം മനസ്സിലാക്കി നമ്മൾ ആരും അറിയാതെ അവർ സ്വകാര്യമായി എവിടെയെങ്കിലും പബ്ലിക്കോ ഇരുന്നാൽ തന്നെ ഇവർ കുത്തിത്തിരിപ്പുകാർ വാർത്തയുണ്ടാക്കും. അതുകൊണ്ട് കോഴിക്കോട് ഹോട്ടലുകളും കൊണ്ടോട്ടി ഹോട്ടലുമായിട്ട് 3 മാസത്തിനകം 4 സിറ്റിംഗ് അവർ നടത്തി ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ. ആ 4 സിറ്റിംഗ് നടത്തിയിട്ട് 9 തീരുമാനമെടുത്തു. ആരാണ് തീരുമാനമെടുക്കുന്നത് നോക്കണം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ജിഫ്രി തങ്ങൾ, MT ഉസ്താദ്, കൊയ്യോട് ഉസ്താദ്, കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രബലമായ 2 സംഘടനകളെ സമുന്നതരായ സർവ്വസ്വീകാര്യ മഹാപണ്ഡിതന്മാരും മഹാനേതാക്കന്മാരും. ആ 9 തീരുമാനത്തെ അവസാനം രേഖപ്പെടുത്തി വെച്ച് പിരിയുമ്പോൾ ഇനി സമസ്ത മുഷാവറയ്ക്ക് തീരുമാനം കൊടുക്കുക. മുഷാവറ ഈ തീരുമാനം ശരിവച്ചാൽ ഇത് അവർക്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് അവരിത് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ സമസ്തൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്രമപ്രശ്നം ഉന്നയിക്കാൻ പാടില്ല എന്ന് ആരെ പറഞ്ഞതോ? കുഞ്ഞാലി സാഹിബ് എഴുന്നേറ്റ് പറഞ്ഞു. ഉസ്താദ്മാർ പറഞ്ഞു ഒരു പ്രശ്നം പിന്നെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഇനി അതും അംഗീകരിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക. അതും ഓക്കെ, ശരിവെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം പിന്നിട്ടു. ഈ നിമിഷം വരെ 9 കാര്യത്തിൽ ഒരു കാര്യം പോലും നേർക്കുനേരെ അംഗീകരിച്ചിട്ടില്ല. അത് മുഴുവനും വെള്ളം ചേർത്തുകൊണ്ടാണ് തിരിച്ച് എഴുതി കൊടുത്തത് സമസ്തക്ക്. നിങ്ങൾ പറയും സമസ്തയിൽ എന്ത് തെറ്റാ ചെയ്തതെന്ന്. സമസ്തയുടെ സംവിധാനത്തിൽ തകരാറ് കാണുമ്പോൾ തിരുത്തേണ്ട ബാധ്യത സമസ്തക്കില്ലേ? ഉത്തരവാദിത്തം മാത്രമല്ലേ സമസ്ത നിർവഹിച്ചത്? ഇത് കേട്ട ഗൗരവപരമായ വിഷയമാണെന്ന് വിചാരിക്കും. അങ്ങനത്തെ 9 കരാറുള്ള അങ്ങനത്തെ കരാറിൽ കുഞ്ഞാലി സാഹിബും സാദിഖ് അലി ശിഹാബും ഒപ്പുവെക്കുമല്ലോ, ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കണേ. ഒരു ഉദാഹരണം ഞാൻ, ഒന്നാമത്തെ കാര്യം, വഫിയ സംവിധാനവും CICയും സമസ്ത കേരള ജമ്മുഅത്തുലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുക. എന്ത് പ്രശ്നമായിട്ടുള്ളത്? അവർ അംഗീകരിച്ചില്ല. അവർ തിരിച്ചെഴുതി കൊടുത്തു. വഫിയ സംവിധാനവും CICയും സമസ്ത കേരള ജമ്മുഅത്തുലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് നടത്തിക്കൊണ്ടുപോകുക. വലിയ വ്യത്യാസമുണ്ട്. സമസ്ത കേരള ജമ്മുഅത്തുലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിനനുസരിച്ചും സുന്നത്ത് ജമാഅത്തിൻ്റെ ഉപദേശം അനുസരിച്ചും മുന്നോട്ട് പോകുക എന്നുള്ളതും സമസ്തൻ്റെ ഉപദേശം അംഗീകരിക്കുക എന്നുള്ള 2 വ്യത്യാസമുണ്ട്. കാരണം കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം അംഗീകരിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അതുകൊണ്ട് സമസ്തയെ അംഗീകരിക്കലാകില്ല. എന്നുവെച്ചാൽ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ വിധേയമായി പോകാൻ തയ്യാറില്ല എന്നർത്ഥം. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉത്തരം മുട്ടി നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എന്നിട്ടും സമസ്ത കടുങ്കൈയൊന്നും ചെയ്തിട്ടില്ല. സമസ്ത കേരള ജമ്മുഅത്തുലമ ഈ വിഷയത്തിൽ എങ്ങനെയെങ്കിലും തീർക്കാൻ സാധിക്കുമോ? നമ്മുടെ ഉലമാക്കളും ഉമറാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, വിജയം കണ്ടിട്ടില്ലെന്ന് മാത്രം. ഇതൊക്കെയാണ് സത്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഈ വരാരും അല്ലെങ്കിൽ നമ്മളാരും ഒരിക്കലും സമസ്തയുടെ പ്രവർത്തകന്മാർ ഒരിക്കലും ഒരു പാർട്ടിക്കും എതിരല്ല. മുസ്ലിം ലീഗിനെതിരല്ല, മാത്രമല്ല കോൺഗ്രസിനെതിരല്ല. CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തെ ഏറ്റവും സൈദ്ധാന്തികമായി എതിർക്കുന്ന കൂട്ടത്തിൽപ്പെട്ടാണ് സമസ്തയുടെ ആളുകൾ. നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. മതനിഷേധത്തിൽ അധിഷ്ഠിതമാണ് പ്രസ്ഥാനം, ആരും അംഗീകരിക്കില്ല. പാർട്ടി എന്ന നിലയിൽ ആരെങ്കിലും ഒറ്റപ്പെട്ട മുസ്ലിങ്ങൾ എവിടെയും ചേർന്ന് മുസ്ലിമായി ജീവിക്കുന്ന അവർ കാഫ്ര എന്ന് പറയാൻ നമ്മൾ തയ്യാറില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ മുസ്ലിം ലീഗുമായി സമസ്തക്ക് പൂർവ്വകാലത്തൊരു ബന്ധമുണ്ട്. ആ ബന്ധം ശക്തമായി നടത്തിക്കൊണ്ടാണ് സമസ്ത അന്നും ഇന്നും എക്കാലവും പോയിട്ടുള്ളതിന് പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇതില്ലായ്മ ചെയ്യാനും ഈ 2 സംഘടനയും ദുർബലമാക്കാനും അണിയറയിൽ ചരട് വലിച്ചുകൊണ്ട് കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ ഈ പറയുന്ന സാഹിത്യങ്ങളും പത്രവും അതുപോലെ ചാനലും. ഓരോ വാർത്തയും ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമുക്കിടയിലെ ഇഷ്യൂ കത്തിക്കും, നമുക്കിടയിലെ ഭിന്നിപ്പ് വർദ്ധിപ്പിക്കും. ഇതാണ് ഒരു പാരമ്പര്യം. അങ്ങനെ പറഞ്ഞ് ഗീബൽസിൻ്റെ നയം. ഒരു നുണ 100 വട്ടം പറഞ്ഞാൽ അത് സത്യമായി മാറുമെന്ന ഗീബൽസിൻ്റെ സിദ്ധാന്തമാണ്. അങ്ങനെയുണ്ട്. ഒരുപാട് വട്ടം ഒരു നുണ പ്രചരിപ്പിച്ചാൽ സത്യവും. എത്രങ്ങാനും ആളുകളപ്പോൾ വിചാരിക്കുന്നത് ഈ സമസ്തൻ്റെ ഈ പുതിയ കുട്ടികളൊക്കെ ലീഗ് വിരുദ്ധരാണ്, പാണക്കാട് വിരുദ്ധരാണ്. അങ്ങനെ ധരിച്ച ഒരുപാട്. ഇതന്നെ അവരുടെ ലക്ഷ്യം, കളവ് നിരന്തരം പ്രചരിപ്പിക്കുക, എന്നൊരു സത്യമാക്കി മാറ്റുക. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ആചാര്യ ഒരു ആടിനെ വാങ്ങാൻ പോയി മാർക്കറ്റിലേക്ക്. ആടിനെ വാങ്ങാൻ പോയ സാഹചര്യത്തിൽ പരിസരത്തെ കള്ളന്മാർക്ക് കാര്യമായിട്ടൊന്നും കുറച്ച് കാര്യത്തിൽ കളവ് നടത്താനൊന്നും കിട്ടിയിട്ടില്ല. അവരിങ്ങനെ കൂടാതെ നടത്തിയടാ, ഈ ആട് വാങ്ങുന്ന ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, പറഞ്ഞാൽ വേഗം വിശ്വസിക്കുന്ന ആളാണ്, സത്യസന്ധനാണ്, നമുക്കൊരു കാര്യം ചെയ്യാൻ അവർ ഒരു പ്ലാൻ ചെയ്തു. ഈ പ്ലാൻ ചെയ്തനുസരിച്ച് 3-4 കള്ളന്മാരുണ്ട്.
ആചാര്യ ആടിന് വാങ്ങി പോകുന്ന വഴിയോരത്ത് ഓരോ ഭാഗത്ത് ഇങ്ങനെ ഓരോരുത്തർ സ്ഥാനം ഉറപ്പിച്ചു. പോകുന്ന വഴിക്ക് ഫസ്റ്റ് ഒരു സാധു മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ട്, ആചാര്യ അസ്സലാമു അലൈക്കും, എന്താ വിശേഷങ്ങളൊക്കെ, പ്രത്യേകിച്ച് എന്താ ചോദിച്ചു. അല്ല, എവിടുന്നാണ് ഈ പട്ടിയെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. പട്ടിയോ? എൻ്റെ മുഖത്ത് കണ്ണില്ലടാ. അല്ലത് പട്ടി തന്നെയല്ലേ. അയാൾ കുറേ ചീത്ത പറഞ്ഞു ഈ കള്ളനെ. മകൾ മുന്നോട്ട് പോയി. അടുത്ത ആൾ കണ്ടിട്ട് വീണ്ടും സലാം പറഞ്ഞ് ചോദിക്കണത്, ആദ്യം എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ ചോദിച്ചു. എന്തേ ചോദിച്ചു. അല്ല, പട്ടിനെ വാങ്ങിക്കൊണ്ടുപോകാൻ. പട്ടിയോ? ഇത് ആടല്ലേ ചോദിച്ചു. അങ്ങനെ മൂന്നാമത്തെ നാലാമത്തെ ആൾ പറഞ്ഞപ്പോൾ നാലാമത്തെ ആൾ പറഞ്ഞപ്പോൾ ആചാര്യം ഇങ്ങനെ നിശ്ചയം ഒന്നും പറഞ്ഞില്ല. ആടിനെ വിട്ടിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. കള്ളന്മാർ ആടിനെ പിടിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ ആടിനെ പട്ടിയാക്കിയ സംഭവമുണ്ട്. ഇങ്ങനെ ഇതേ പരിപാടിയാണ്. കാരണം മാധ്യമങ്ങൾ മുഖേന നന്നായി അവതരിപ്പിക്കാൻ കഴിയും. പണ്ട് കള്ളന്മാർ സ്വീകരിച്ച അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. സ്വതന്ത്രമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്ത്രങ്ങൾ ഞാൻ പറയുന്നില്ല. ഈ ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തന്ത്രം, കുതന്ത്രം വളരെ ഗൗരവതരം. നമ്മൾ വളരെ വിലയിരുത്തേണ്ട. ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഈ ജമാഅത്തെ ഇസ്ലാമിയെ ആദർശപരമായി വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ജമാഅത്ത് വൽക്കരിക്കപ്പെടുമായിരുന്നു. കാരണം അത്ര നല്ല ശൈലിയാണ് അവർ ശൈലി. അവർ ക്ലാസ്സിന് പോയാൽ ആരും അവരെ കുറ്റം പറയില്ല. അവരെ ക്ലാസ്സുകൾക്ക് ഇന്ന് പൊതു അംഗീകാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ ഇതുവരെ പ്രവേശിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾക്ക് പ്രവേശനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കൂട്ടി ക്ലാസ്സുകൾ നടത്തുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ തരത്തിൽ ആളുകളെ വശീകരിക്കേണ്ട അപാരമായ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നൊരു വിഭാഗമാണ് അവർ. ജമാഅത്തെ ഇസ്ലാമി ചെറുത്ത് തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ സൈദ്ധാന്തികമായി മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെ കൃത്യമായി മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ തിരുത്തിക്കാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട്. മുജാഹിദ് തിരുത്തിയില്ലേ? മുജാഹിദ് തിരുത്തിയപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥത്തിൽ മുജാഹിദ് വരുത്തിയ വ്യതിയാനം അവർ തിരുത്താൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഭാഗികമായി തിരുത്തിയപ്പോഴാണ് മുജാഹിദ് രണ്ടാമത്തെ പാർട്ടിയും മൂന്നാമത്തെ പാർട്ടിയും നാലാമത്തെ പാർട്ടിയും അഞ്ചാമത്തെ പാർട്ടിയൊക്കെ ഉണ്ടായത്. അടിക്കണ തമ്മിൽ എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥത്തിൻ്റെ പേരില്ല. ഇതേ ജമാഅത്തെ ഇസ്ലാമി സമസ്ത കൃത്യമായി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ അർഹനില്ല എന്നും ജമാഅത്തെ ഇസ്ലാമി അർത്ഥം വെക്കുന്നു. അള്ളാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ അർഹനില്ല. അപ്പോൾ അള്ളാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ അർഹനില്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഗവൺമെൻറ് അള്ളാഹുവിൻ്റെ ഗവൺമെൻറ് അല്ല. അപ്പോൾ ഈ രാജ്യത്തെ ഗവൺമെൻറ് അനുസരിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് അനുസരിച്ചാലോ ഹറാമാകുന്നല്ല, ഹറാമല്ല വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ പാടില്ല, ആരാധിക്കപ്പെടാൻ പാടില്ല, അടിമ വരെ ചെയ്യപ്പെടാൻ പാടില്ല. അപ്പോൾ അള്ളാഹു അല്ലാതെ അനുസരിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി ഷിർക്കായി. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി എന്തൊക്കെ നമ്മൾ പഠിപ്പിച്ചു മുസ്ലിം സമൂഹത്തെ? ഈ രാജ്യത്തെ ഗവൺമെൻറ് അനുസരിക്കൽ, ഭരണകൂടത്തെ ഈ ഭരണഘടനയെ അനുസരിക്കൽ ഷിർക്കാണ്. ഈ രാജ്യത്തെ ഗവൺമെൻറ് കീഴിലുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ഷിർക്കാണ്. ഈ രാജ്യത്തെ ഗവൺമെൻറ് കീഴിൽ വോട്ട് രേഖപ്പെടുത്തൽ, തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തൽ ഷിർക്കാണ്. ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് കീഴിൽ ഉദ്യോഗം സ്വീകരിക്കൽ ഷിർക്കാണ്. ഈ രാജ്യത്തെ ഗവൺമെൻറ് കീഴിൽ നടക്കുന്ന സുപ്രീം കോടതികളിൽ പോകൽ ഷിർക്കാണ്. ഈ രാജ്യത്തെ ഗവൺമെൻറ് കീഴിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നതും അത് മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടുപോകുന്നതും ഷിർക്കാണ്. ഇങ്ങനെ പറഞ്ഞ് ഇത് മുഴുവൻ ഷിർക്കാക്കി ചിത്രീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അവരുടെ സിദ്ധാന്തം ലാ ഇലാഹ ഇല്ലല്ലാഹ് പുതിയ അർത്ഥവുമായി വന്നപ്പോൾ സമസ്ത ശക്തിയുക്തം ചെറുത്തു, നന്നായി എതിർത്തു, വളരെ ശക്തമായി എതിർത്തു. ആശയപരമായി ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായി അവരെ കാര്യം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു, അവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. മുസ്ലിം യൂത്ത് ലീഗും ഈ കാര്യത്തിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നന്നായി അവർ ആശയപരമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്തതിൻ്റെ ഫലമായി ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ ആശയം തിരുത്താൻ നിർബന്ധിതമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ ആ പറഞ്ഞ അർത്ഥം തൽക്കാലം മാറ്റിവെക്കുകയാണ്, ഞങ്ങൾ ഭരണഘടന ഭേദഗതിയാണെന്ന് പറഞ്ഞു. ആശയത്തിൽ, വിശ്വാസത്തിൽ, അവരുടെ പ്രചരണത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം അവർ ചില കാര്യങ്ങൾ ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറഞ്ഞു എന്ന് മാത്രം. അതേ ആശയവുമായി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പാർട്ടികളെ പിടിച്ചു നിർത്താൻ, അവരുടെ ആശയം തിരുത്തിയെന്ന് പരസ്യമായി നാവ് കൊണ്ടെങ്കിലും പറയിപ്പിക്കാൻ സാധിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യം കൊണ്ടാണ്. തബ്ലീഗ് ജമാഅത്ത് സമസ്ത ഇല്ലായിരുന്നുവെങ്കിൽ തബ്ലീഗ് ജമാഅത്ത് പഴച്ച പാർട്ടി നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുമായിരുന്നില്ല. കാരണം എന്താ, തബ്ലീഗിന് എന്താ കുഴപ്പം? നമ്മളെപ്പോലെ സുന്നികളെ പോലെയല്ലേ നിസ്കാരം, സുന്നികളെ പോലെയല്ലേ കൂട്ടപ്രാർത്ഥന, സുന്നികളെ പോലെയല്ലേ സിയാറത്ത്, സുന്നികളെ പോലെ മൗലൂദും എന്തിനും ഒരു കൂടിക്കൊള്ളും, ഒരു വ്യത്യാസമല്ല. നമുക്കവിടെ കുഴപ്പം കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ അത് സസൂക്ഷ്മം പഠിച്ച മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്താരാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ ഉസ്താദ് അസാത്തീർ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് സുൽസിലാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗമാണ് തബ്ലീഗ് ജമാഅത്തിന് തീരുമാനമെടുത്തത്. എത്ര കള്ളത്തരീക്കത്തുകൾ, എത്ര വ്യാജ സിദ്ധന്മാർ,
അവരൊക്കെ മുസ്ലിം സമൂഹത്തിന് പച്ചയായി തുറന്ന് കാണിച്ചുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് വന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുടെ നേതൃത്വവും പണ്ഡിതന്മാരുമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവരൊക്കെ എതിർക്കുന്നതിൽ പരിമിതിയുണ്ട്. എല്ലാവരുടെയും വോട്ട് വേണം. ഈ മതപരമായ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിന് ഡീറ്റെയിലായ കാര്യങ്ങളിലേക്ക് പോകില്ല എന്ന കാര്യം ഉറപ്പാണ്. മുസ്ലിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ ഭരണഘടനാപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാൻ സാധിക്കും. മതപരമായി, ആശയപരമായി, ആദർശപരമായി കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് നേർവഴിയിൽ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുമല്ലാത്ത മറ്റൊരു സംഘടനയെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ലല്ലോ. അതാണ് സമസ്ത പ്രത്യേകത. സമസ്ത 100 കൊല്ലക്കാലം ചെയ്തത് 1 by 1 ഇങ്ങനെ പരിശോധിച്ചാൽ കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാൻ കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി. നമ്മൾ 90% ആളുകൾ ഇപ്പോഴും വഴിതെറ്റിയിട്ടില്ല. ഇപ്പോഴും ഈ പാതയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഉറച്ചു നിൽക്കുന്നതിൽ നമ്മൾ സമസ്തയോട് മാത്രം കടപ്പെട്ടവരായില്ലെങ്കിൽ ഞാനും നിങ്ങൾ വഴിതെറ്റുമായിരുന്നു. നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാവശ്യമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ്, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ നവറല്ലാഹു മർഖദഹു അവരുടെ ദറജകൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ, മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ ഒരുമിച്ച് നിന്നാണ് ആ സ്ഥാപനം പടുത്തുയർത്തി സമസ്തയുടെ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. അവർക്കൊക്കെ സമസ്ത എന്ന് പറഞ്ഞാൽ എല്ലാമായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിഷയത്തിൽ ശരീഅത്തിനെതിരായൊരു അഭിപ്രായം അപ്പുറത്തുനിന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയാലും നമ്മളോട് എതിർക്കണ്ടേ? എതിരിലെ ആൾ തെറ്റിദ്ധരിക്കൂലേ? അതാണ് പ്രശ്നം. അതാണ് ഈ ലീഗ് വിരുദ്ധത എന്ന് പറയുന്നത്. അതാണ്. വേറെ യാതൊരു കുഴപ്പവും നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഞാൻ ആളുകളെ പേര് പറഞ്ഞ് വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒറ്റ സാമ്പിൾ കൂടി പറയാം. മുത്തലാഖ് ഇന്ത്യയിൽ നിരോധിച്ചു. എന്നുവെച്ചാൽ ഇസ്ലാമിക ശരീഅത്തിൽ ഒരു ഭാര്യയുടെ തൊലാഖ് സുന്നത്ത് എങ്ങനെ വെച്ചാൽ 1 ആദ്യം ചൊല്ല, പിന്നെ ആവശ്യമാണ് 2, പിന്നെ ആവശ്യമാണ് 3, ഇങ്ങനെ ഓർഡറിലാണ് സുന്നത്ത്. എന്നാൽ ഒരാൾ 3 തൊലാഖ് ഒരുമിച്ച് ചൊല്ലി ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് സാധുവാകും, 3 തൊലാഖും പോകും. പിന്നെ ആ ഭാര്യ തിരിച്ചെടുക്കാൻ കഴിയില്ല സാധാരണഗതിയിൽ. ഇത് ഇസ്ലാമിക ശരീഅത്താണ്. ശരീഅത്തിൽ കൈവെക്കാൻ ഒരു മനുഷ്യനും അവകാശം. അള്ളാഹുവിൻ്റെ നിയമമല്ലേ. എന്താണ് ശരീഅത്ത്? മാ ശറഅഹുല്ലാഹു ലിഇബാദിഹി മിനൽ അഹ്കാമി വസുനൻ. അള്ളാഹു തൻ്റെ അടിയാറുകൾക്ക് വേണ്ടി നിശ്ചയിച്ച് വരച്ചുണ്ടാക്കിയ മാർഗരേഖയാണ് ശരീഅത്ത്. അത് നമ്മൾ കൈവെക്കാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കിയ ഭരണഘടന നമുക്ക് മാറ്റം വരുത്താം. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ ഗവൺമെൻറ് മാറ്റം വരുത്താം. നമ്മുടെ രാജ്യത്തുള്ള ഏത് ഭൗതിക കാര്യങ്ങളും നമുക്ക് മാറ്റം വരുത്താം. പക്ഷേ അള്ളാഹിൻ്റെ ശരീഅത്തിൽ മാറ്റമില്ല. അത് 14 നൂറ്റാണ്ട് കാലം തുടർന്നു. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഒരു കാരണവശാലും അതിൽ ചേഞ്ചില്ല, ഭേദഗതിയില്ല. അതാണ് ശരി. 3 തൊലാഖ് ചൊല്ലിയാൽ, 3 തൊലാഖ് ഒരുമിച്ച് ചൊല്ലിയാൽ പോകും ശരിയാത്ത. പക്ഷേ രാജ്യത്തെ ഗവൺമെൻറ്റും സുപ്രീം കോർട്ടും തീരുമാനിച്ചു 3 തൊലാഖ് ചൊല്ലിയാൽ 3ഉം പോകില്ല, മുത്തലാഖ് നിരോധിക്കപ്പെട്ടു, ചൊല്ലിയാൽ സാധുവാകില്ല. ഞാൻ പറയട്ടെ, വേദനാജനകമായ സംഭവം പറയട്ടെ സഹോദരന്മാരെ. മുത്തലാഖ് നിരോധിക്കുന്നതിന് മുമ്പ്, നമ്മുടെ രാജ്യത്ത് നിരോധിക്കുന്നതിന് മുമ്പ് 1 വർഷം മുമ്പ് മുത്തലാഖ് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഉത്തരവാദപ്പെട്ട നമ്മുടെ നേതാക്കന്മാരുണ്ട്. കാരണം അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉത്തരവാദപ്പെട്ട ഒരു മുസ്ലിം സംഘടന നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അത് ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തും, കോടതിയിൽ സ്വാധീനം ചെലുത്തും. അതാണ് സംഭവിച്ചത്. അത്തരം ശരീഅത്തിനെതിരായ നീക്കങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും സമസ്തയും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും പ്രതികരിക്കും. സ്വാഭാവികമാണ്. ഇപ്പോൾ നിലവിളക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം. നിലവിളക്ക് കൊളുത്തൽ വിവാദം ഉണ്ടായി 2015. 2015 നിലവിളക്ക് കൊളുത്തൽ വിവാദം ഉണ്ടായപ്പോൾ മന്ത്രി അബ്ദുൾ റബ്ബ് തിരുവനന്തപുരത്തൊരു പരിപാടിയിൽ നിലവിളക്ക് കൊളുത്തേണ്ട സാഹചര്യം വന്നു. അദ്ദേഹം പിൻവാങ്ങി, ആർജവം കാണിച്ചു. എൻ്റെ മതം എന്നെ അനുവദിക്കുന്നില്ല, അദ്ദേഹം വിട്ടുനിന്നു. അത് ചാനലുകൾ വലിയ വാർത്തയാക്കി. ലാസ്റ്റ് വലിയ വിവാദമായപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ 2 തട്ടിലായി. നിലവിളക്ക് കൊളുത്താം എന്നൊരു അഭിപ്രായം, കൊളുത്താൻ പറ്റില്ല, അതും ചാനൽ വാർത്തയായി. അവിടെ സമസ്ത കേരള ജംഇയ്യത്തും ഇടപെട്ടു. ബഹുമാനപ്പെട്ട ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാണ് സമസ്തയുടെ അധ്യക്ഷൻ. ബഹുമാനായ ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി കാലത്ത്. അവർ രണ്ടുപേരും പത്രപ്രസ്ഥാനം പുറപ്പെടുവിച്ചു. ഒരു മതത്തിൻ്റെ പ്രത്യേക ആചാരമാണ് നിലവിളക്ക് കൊളുത്തൽ എന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലെന്ന കണിശമായ നിലപാട് പ്രഖ്യാപിച്ചു. സുപ്രഭാത പത്രത്തിൽ ലേഖനം വന്നു. ബഹുമാനായ പാണക്കാട് സയ്യിദ് ഹൈദർ ഷാ തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യമനുസരിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്ത് മുസ്ലിം ലീഗിൻ്റെ പഴയകാല നിലപാട് തുടരാൻ തീരുമാനിച്ചു. നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്നുള്ള സമീപനം. ഇങ്ങനെ വിവാദമുണ്ടാകുമ്പോൾ 2 അഭിപ്രായം പറയുമ്പോൾ സമസ്ത ദീനിൻ്റെ അഭിപ്രായത്തിൻ്റെ ഒപ്പം നിൽക്കും, ദീനിൻ്റെ അഭിപ്രായം പറയും. ഇതാണ് ലീഗ് വിരുദ്ധത എന്ന് പറയുന്നത്. അല്ലാത്തൊരു വിരുദ്ധത നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ ബഹുമാന്യരായ, ഞാൻ എന്നും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പലപ്പോഴും ഇവിടെ വന്ന സ്ഥലമായതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് സഹോദരനോട് സ്നേഹാദരവ് ഉണർത്തുകയാണ്. നിങ്ങൾ സമസ്തയെ തെറ്റിദ്ധരിക്കരുത്.
സമസ്തയുടെ പ്രവർത്തകന്മാർ തെറ്റിദ്ധരിക്കരുത്, SKSന്റെ മക്കൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഒരൊറ്റ വിഷയം, സുന്നത്ത് ജമാഅത്തും സമസ്തയുടെ അംഗീകരിക്കുന്ന ഇസ്ലാമിക ശരീഅത്തിന്റെ വിഷയങ്ങളും അതിനെതിരെ ആര് രംഗത്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് പ്രതികരിക്കണം. അപ്പോൾ അവർ തിരുത്തും. അല്ല, അവർക്ക് നമ്മൾ അനുകൂലമായി നിൽക്കാൻ പറ്റില്ലെന്ന സമീപനം സമസ്ത കേരള ജമിയത്തുലമ ഇക്കാലമത്രയും സ്വീകരിച്ചിട്ടുണ്ട്. അതിനെയും സ്വീകരിക്കാൻ ബാധ്യസ്ഥമാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ദീൻ നിലനിൽക്കണമെങ്കിൽ, യഥാർത്ഥ ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ സമസ്തക്ക് കരുത്ത് പകരണം, സമസ്തക്ക് പോർലേൽക്കാൻ പാടില്ല. അതാണ് നമ്മുടെ അടിസ്ഥാനം, ബേസ്മെൻറ്റ്. അതില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിദായി പാർട്ടികൾ കുറച്ചേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു നമ്മുടെ നാടിനെയും നാട്ടുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, സമസ്തക്ക് കരുത്ത് പകർന്നുകൊണ്ട്, എവിടെയെങ്കിലും അപാകത വന്നിട്ടെങ്കിൽ നമുക്ക് കഴിയുന്ന വിധം മധ്യസ്ഥന്മാരെ നമ്മൾ ഇടപെട്ടുകൊണ്ട് തീർത്തുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മളെ രണ്ടാക്കി മാറ്റാൻ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന കുടില തന്ത്രങ്ങൾക്ക് നമ്മൾ ഇരയാകാതെ പോകണം എന്ന് മാത്രമാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്.